രണ്ടാം പിണറായി സർക്കാർ ആദ്യ സർക്കാരിനൊപ്പം മെച്ചപ്പെടുന്നില്ല എന്ന വിമർശനമുണ്ടെന്ന് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ. ആദ്യ സർക്കാരിന്റെ വേഗത്തിൽ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ രണ്ടാം പിണറായി സർക്കാരിന് കഴിയുന്നില്ല. ആദ്യ സർക്കാർ പ്രതിസന്ധികളെ നേരിട്ട പോലെ പുതിയ സർക്കാരിന് കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നവരെ കുറ്റം പറയാനാവില്ല. കേന്ദ്ര നയങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്നും എ.കെ. ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ ഒന്നാം പിണറായി ഗവൺമെന്റുമായിട്ടാണ് ഈ താരതമ്യം ചെയ്യുക. താരതമ്യം ചെയ്യുക. അത് അങ്ങനെ താരതമ്യം ചെയ്യുമ്പോൾ അന്ന് പ്രതിസന്ധികളെ നേരിട്ടതുപോലെ അതിജീവിച്ചതുപോലെ ഇപ്പം കഴിയുന്നില്ലല്ലോ, അന്നത്തേതിനേക്കാളും മോശമല്ല ഇന്നത്തെ സ്ഥിതി. ഈ രൂപത്തിലുള്ളൊരു ചിന്താഗതി സ്വാഭാവികമായിട്ടുണ്ടാകാം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും തെറ്റായിട്ടുള്ള നയത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വാഗ്ദാനം ചെയ്ത ചില കാര്യങ്ങൾ പെട്ടെന്ന് പഴയ വേഗതയിൽ നടപ്പിലാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പ്രളയം, കോവിഡ് പോലെയുള്ള വലിയ സങ്കീർണ സാഹചര്യങ്ങളെ നേരിട്ടാണ് തുടർഭരണത്തിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും അതിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് ചെയ്ത പ്രധാനപ്പെട്ട മന്ത്രി എന്ന രീതിയിൽ താങ്കൾക്കും അവകാശപ്പെടാൻ ഏറെയുണ്ട്. അവിടെ നിന്ന് നമ്മൾ പുതിയ സർക്കാരിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അത് വിലയിരുത്തപ്പെടുമ്പോൾ അത്ര ഭേദമാണോ സാഹചര്യമെന്ന സംശയം എനിക്കുണ്ട്. അല്ല, നിങ്ങളെ സംശയം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒന്നാം പിണറായി ഗവൺമെൻറ്റുമായി നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അതായത് ഒന്നാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലുള്ള രണ്ട് പ്രളയം, അതുപോലെ തന്നെ കോവിഡ്, നിപ്പ, ഇതിനെയൊക്കെ തന്നെ അതിജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും ശക്തവും ഫലപ്രദവുമായിട്ടുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അവിടെയാണ് കേരളത്തിലെ ജനത ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ് അതിജീവിച്ചത് എന്നുള്ള വിലയിരുത്തൽ നടത്തുന്നത്. ആ പ്രതിസന്ധി ഇപ്പം ഇല്ല. പക്ഷെ ആ പ്രതിസന്ധി ഇല്ലെങ്കിലും അതിനേക്കാളും വലിയൊരു പ്രതിസന്ധി ഇപ്പം വന്നു കഴിഞ്ഞു. രാഷ്ട്രീയ വിവാദങ്ങളിൽ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധിക്കാൻ മന്ത്രിമാർ രംഗത്തിറങ്ങണമെന്നത് പാർട്ടി തീരുമാനമാണെന്നും എ.കെ. ബാലൻ പറഞ്ഞു. മുൻപ് ഒരവസരത്തിൽ അതുണ്ടാവുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പരസ്യമായി പറഞ്ഞത്. പാർട്ടി നേതാക്കളെക്കാൾ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ പ്രതികരിക്കുന്നത് വിശ്വാസ്യത വർദ്ധിപ്പിക്കും. രാഷ്ട്രീയ വിവാദങ്ങളിൽ മന്ത്രിമാർ പ്രതികരിക്കുന്നതിന് തടസ്സമില്ലെന്നും എ.കെ. ബാലൻ പറഞ്ഞു. അല്ല, ഒരു ഘട്ടത്തിൽ ഒരു മന്ത്രിക്ക് തന്നെ പറയേണ്ടി വന്നു മന്ത്രിമാർ കൂടി പ്രതിരോധത്തിന് ഇറങ്ങണമെന്ന്. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു ജാഗ്രത കാട്ടി ഇറങ്ങേണ്ടതല്ലേ ശരിക്കും? അല്ല, അത് ഒന്ന് രണ്ട് സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ നിലയിൽ ഒരു പ്രതികരണം പോരാ എന്ന് തോന്നിയതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ മന്ത്രിമാർ, അതായത് മന്ത്രിമാരാണ് എന്നുള്ളത് കൊണ്ട് അനങ്ങാതിരിക്കേണ്ട ആവശ്യമില്ല, പ്രതികരിക്കണമെന്നുള്ളത് തീരുമാനിച്ചതാണ്. ആ തീരുമാനമാണ് ആ മന്ത്രി പറഞ്ഞത്. അല്ലാതെ ഇടപെട്ടില്ല എന്നുള്ളത് കൊണ്ടല്ല. മന്ത്രിമാർക്കും ഇടപെടാം, മന്ത്രിമാരും ഇടപെടണം എന്നുള്ളൊരു പാർട്ടി തീരുമാനമാണത്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഇടപെടാത്തത് കൊണ്ടല്ല പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രതികരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോരാ, ഇനിയും കൂടുതൽ പ്രതികരിക്കണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ അത് പരിഗണിക്കാം. അല്ല, എൻ്റെ അഭിപ്രായമല്ല. താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. പാർട്ടി അങ്ങനെ വിലയിരുത്തിയിട്ടില്ലേ? പാർട്ടി വിലയിരുത്തിയത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പാർട്ടി നേതാക്കന്മാർ പ്രതികരിക്കുന്നതോടൊപ്പം തന്നെ മന്ത്രിമാരും പ്രതികരിക്കുന്നതിന് തടസ്സമില്ല. പാർട്ടി പറയുന്നതിനേക്കാളും പാർട്ടി നേതാക്കന്മാർ പറയുന്നതിനേക്കാളും കുറേ കൂടി വിശ്വാസ്യതയും അംഗീകാരവും കിട്ടുക മന്ത്രിമാർ പറയുമ്പോൾ സാധാരണ നിലയിൽ. കാരണം അതിനൊരു ഔപചാരികത്വമുണ്ട്. വ്യക്തിപൂജയെ ന്യായീകരിച്ചും എ.കെ. ബാലൻ, ഇത് പാർട്ടി പ്രവർത്തകരിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. പ്രവർത്തകരുടെ പുകഴ്ത്തലിൽ നേതാക്കൾ വീണു പോവാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എ.കെ. ബാലൻ പറഞ്ഞു. അല്ലാതെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇപ്പം മുദ്രാവാക്യം വിളി എങ്ങനെയാണ്? ഇപ്പോൾ പിണറായിക്ക് അനുകൂലമായിട്ടുള്ളൊരു വികാരം ഉണ്ടാകുന്നു. അതാരെങ്കിലും ഒരു ബോധപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. വെച്ചാൽ ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വാധീനം ഒരു വ്യക്തിക്ക് ചെലുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുദ്രാവാക്യം വിളിയും ഉണ്ടാവും. സംസാരിക്കുന്ന സമയത്തുള്ള ചില നാമവിശേഷണങ്ങൾ പ്രയോഗങ്ങളും ഉണ്ടാവും. സ്വാഭാവികമായി. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. അത് മറ്റുള്ളവർക്ക് ഇല്ലാത്തതിൻ്റെ കാരണം പിണറായി അല്ലല്ലോ കുറ്റക്കാരൻ. ഒരു മനുഷ്യനോട് ആരാധന തോന്നുന്ന സമയത്ത് നാമവിശേഷണങ്ങൾ പറയും. അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല.
അതിന് വിധേയമാകുന്നയാൾ ഞാൻ പാർട്ടിക്ക് അതീതനാണെന്ന് ചിന്തിച്ചു പോയാലേ പ്രശ്നമുള്ളൂ. അത് പാർട്ടി സാധാരണ നിലയിൽ അതിനുള്ള അവസരം ഉണ്ടാക്കില്ല. ലീഗിനെ സംഘപരിവാറിന്റെ ഇരയാക്കാൻ CPM അനുവദിക്കില്ല എന്നും AK ബാലൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. CPM ലീഗ് അണികൾക്കിടയിൽ പഴയ എതിർപ്പ് ഇപ്പോഴില്ല. ലീഗിനെ ശത്രുവായി കാണാൻ CPM തയ്യാറല്ല. പരാജയപ്പെടുന്ന UDF-നൊപ്പം എന്തിന് നിൽക്കണമെന്ന ചിന്ത ലീഗ് നേതൃത്വത്തിനുണ്ടെന്നും AK ബാലൻ പറഞ്ഞു. ലീഗ് അണികളും CPM-ഉം CPIM അണികളും അല്ലെങ്കിൽ LDF-ഉം LDF അണികളും തമ്മിൽ പഴയ രൂപത്തിൽ ലീഗിനോട് വെറുപ്പില്ല. കാരണം എന്താ? ആ ലീഗിൽ അണിചേരുന്ന ഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങളാണ്. ആ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ബ്ലാങ്കായി പണ്ട് ലീഗിനെ എതിർക്കുന്നത് പോലെ ഇപ്പം എതിർക്കുന്നത് ആ സമുദായത്തിന് തന്നെ അപകടകരമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗിനെയോ ലീഗ് അണികളെയോ ഒറ്റപ്പെടുത്തി RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഇരകളാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങളുടെ വർഗ താല്പര്യമാണ്. ഞങ്ങളൊരു വർഗത്തിൻ്റെ പാർട്ടിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെയും AK ബാലൻ. മത്സരിക്കില്ല എന്ന് ഇപ്പോൾ പറയാനാവില്ല. അപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. പിണറായി മാറി നിന്നാൽ കൂട്ടായ നേതൃത്വം പാർട്ടിയെ നയിക്കുമെന്നും AK ബാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. അല്ല, രാഷ്ട്രീയ രംഗത്ത് ഇപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സഖാവ് പിണറായിക്ക് എക്സംഷൻ കൊടുത്തതാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാനും മുഖ്യമന്ത്രിയാകുന്നതിനും കാരണം. അതുകൊണ്ട് മത്സരിക്കില്ല എന്നൊന്നും ഇപ്പോൾ ആയിരിക്കും പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിനെ സംബന്ധിച്ച് അത് പാർട്ടിക്ക് അനിവാര്യമായിരുന്നു എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് ആ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാവും. അതായത് പിണറായി ഇനി മത്സരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ പാർട്ടി തീരുമാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളുകയാണ് AK ബാലൻ. തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കാൻ ഇനി തനിക്ക് ആഗ്രഹമില്ല. മത്സരിക്കാൻ പാർട്ടി നിർബന്ധിക്കില്ല. KK ശൈലജയെ ലോക്സഭയിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിച്ചിട്ടില്ല എന്നും AK ബാലൻ പറഞ്ഞു. ഈ ലോക്സഭയിൽ താങ്കളെ ഒരു സ്ഥാനാർത്ഥിയായി കാണാൻ ആ ചോദ്യത്തിന് ഞാൻ യഥാർത്ഥത്തിൽ പറയേണ്ട ഉത്തരം നിങ്ങളോട് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ സമീപനം എന്താണെന്ന് എൻ്റെ പാർട്ടിക്ക് അറിയാം. വ്യക്തിപരമായി ഒരു താല്പര്യമില്ലാത്തതാണ് പാർലമെന്ററി സ്ഥാനങ്ങളിലേക്കുള്ള ഇനിയുള്ള എൻ്റെ പ്രവേശനം. പക്ഷെ പാർട്ടി നിർബന്ധിച്ചാൽ അല്ല, അങ്ങനെ നിർബന്ധിക്കില്ല. എന്നെ അറിയാവുന്ന ആരും എന്നെ നിർബന്ധിക്കില്ല. അപ്പം ഇനി തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല. അല്ല, അതിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം പറയുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അതാണല്ലോ പറഞ്ഞത്. താങ്കളുടെ ഒരു സാന്നിധ്യം അതായത് പുതിയ തലമുറക്ക് ഞങ്ങൾ തന്നെ ലോകാവസാനം വരെ ഓരോരോ സ്ഥാനത്തിരിക്കണമെന്നല്ലല്ലോ വേണ്ടത്. അപ്പോൾ സ്വരം നന്നാവുമ്പോൾ പാട്ടങ്ങ് നിർത്തുക. അക്കാര്യത്തിൽ ഒരു മോശമില്ലാത്ത ഒരു സ്വരമായിരുന്നു എൻ്റെ. സംഘടന രംഗത്തായാലും പാർട്ടി രംഗത്തായാലും അതിനാവശ്യമായിട്ടുള്ള റെക്കഗ്നീഷൻ പാർട്ടി തന്നിട്ടുള്ളൂ. ഇതിനേക്കാൾ അപ്പുറം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അത് മാത്രമല്ല, അത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഒരിക്കലും ഒരു ചിന്ത ഉണ്ടാവുകയും. മലബാറിലെ പ്രത്യേകിച്ച് കണ്ണൂരോ വടകരയോ അങ്ങനെയുള്ള ഏതെങ്കിലും സീറ്റിൽ KK ശൈലജ ടീച്ചർ മത്സരിക്കും എന്നൊക്കെ ചില അഭ്യൂഹങ്ങൾ. ചോദ്യത്തിനൊന്നും ഇപ്പോൾ ഉത്തരം പറയാൻ ഞാൻ ശക്തനല്ല. കാരണം അങ്ങനെയുള്ള ഒരു ആലോചന ഉണ്ടായിട്ടേ ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ ന്യായീകരിച്ചു AK ബാലൻ. പോലീസിന്റെ കാര്യങ്ങളിൽ P ശശി ഇടപെടാറില്ല. പ്രതിപക്ഷം കള്ളപ്രചാരണമാണ് നടത്തുന്നത്. പോലീസിന് വീഴ്ച പറ്റുന്നുവെന്ന് വിമർശനമുണ്ട്. പോലീസുകാർ ചെയ്യുന്നതെല്ലാം ന്യായീകരിക്കാനാവില്ല. വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും AK ബാലൻ പറഞ്ഞു. ഇതിലൊരു പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെട്ടിട്ടാണോ നിർദ്ദേശം കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ സെക്രട്ടറി ആണോ താഴോട്ടേക്ക് നിർദ്ദേശം കൊടുക്കുക? അല്ല, പൊളിറ്റിക്കൽ സെക്രട്ടറി അങ്ങനെയൊന്നും ഇടപെടാതെ ഒരിടപെടലും ശശി നടത്താറില്ല. നടത്താറില്ല. പിന്നെ കള്ളപ്രചരണം നടത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ആർക്കുമില്ലല്ലോ. ശശി വിളിച്ച് പറയണോ SIയോട് നിങ്ങൾ ഇന്നത് ചെയ്യണം, ലാത്തി ചാർജ് ചെയ്യണം, അല്ല അറസ്റ്റ് ചെയ്യണം? അങ്ങനെയാണോ പോലീസിൻ്റെ സംവിധാനം? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും എക്സസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള പോലീസുകാരുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടിയും എടുക്കും. അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടി സ്വീകരിക്കും. പോലീസുകാർ പറയുന്നതെല്ലാം ചെയ്യുന്നതെല്ലാം ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചില പ്രവൃത്തികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ എക്സസ് ഉണ്ടാവും. ആ എക്സസ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ നടപടി ഉണ്ടാവും.
വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലടക്കം മുൻ മന്ത്രി കൂടിയായ എ.കെ. ബാലന്റെ പ്രതികരണം ന്യൂസ് 8നോട് നൽകിയ പ്രതികരണമാണ് കണ്ടത്. ടി ജി സജിത്ത് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. സജിത്തിനോട് നൽകിയ ഇന്റർവ്യൂവിൽ തന്നെ പലവിധ വിഷയങ്ങളിൽ ഉള്ള അഭിപ്രായം എ.കെ. ബാലൻ പറഞ്ഞിരിക്കുന്നു. പാർട്ടി ആ വിഷയങ്ങളിൽ ഏത് തരത്തിലാണ് കാണുന്നത് എന്ന രീതിയിൽ തന്നെയുള്ള അഭിപ്രായം പറയുമ്പോൾ പ്രധാനമായിട്ടും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് പിണറായി ഒന്നാം സർക്കാരുമായി ബന്ധപ്പെട്ട് രണ്ടാം സർക്കാരിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ ഉയർന്ന വിമർശനങ്ങളാണ്. പക്ഷേ ഒരിക്കൽ പോലും ഇപ്പോഴത്തെ മന്ത്രിമാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നേതാക്കളോ അത് ശരിവെച്ചു കൊടുക്കാറില്ല. സാധാരണ അഭിമുഖങ്ങളിൽ അത് വെറും ആരോപണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് വിരുദ്ധമായിട്ട് അങ്ങനെ വിമർശിക്കുന്നവരെ കുറ്റം പറയാൻ കഴിയുകയില്ല, ചില വാഗ്ദാനങ്ങൾ കൃത്യമായി വേഗത്തിൽ നടപ്പാക്കാനാകുന്നില്ല എന്നൊരു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എ.കെ. ബാലൻ എത്തിയിരിക്കുന്നു. അതായത് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഒരു മെല്ലെപ്പോക്ക് ഭരണ സംവിധാനത്തിൽ രണ്ടാം സർക്കാരിലുണ്ട് എന്ന് പറയാതെ സമ്മതിക്കുകയാണോ അദ്ദേഹം? അപർണ, അതാണ് പ്രസക്തമായ കാര്യം. അതായത് CPM കേന്ദ്രങ്ങളിൽ പൊതുവിൽ ചർച്ചയാവുന്ന ഒരു ആഭ്യന്തര വിഷയമാണ് ഒന്നാമത്തെ പിണറായി സർക്കാരിനൊപ്പം രണ്ടാമത്തെ സർക്കാരിന് പെർഫോമൻസ് നടത്താൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ ഭരണ വിവാദങ്ങളൊക്കെ കൂടുതലും വ്യക്തി കേന്ദ്രീകൃതമാണ്, അനാവശ്യ വിവാദങ്ങളാണ്. അത് സർക്കാരിനും പൊതുവിൽ പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമല്ല എന്ന വിമർശനം CPM-ൽ പൊതുവിൽ ഉയരുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ CPM-നകത്തെ ചർച്ചകളുടെ ഒരു പ്രതിഫലനം എ.കെ. ബാലന്റെ വാക്കുകളിലുണ്ട് എന്നതാണ് വ്യക്തമാവുന്നത്. പക്ഷേ അതിന് അദ്ദേഹം വേറെ കാരണങ്ങൾ അപർണ സൂചിപ്പിച്ച പോലെ മറ്റു കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഒന്നാമത്തെ സർക്കാരിനൊപ്പം വേഗത്തിൽ തീരുമാനമെടുക്കാനും പ്രതിസന്ധികളിൽ നേരിടാനും വേണ്ടത്ര ഒരു പെർഫോമൻസ് പൊതുവിൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനമുണ്ട് എന്ന കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നു. പക്ഷേ അത് എ.കെ. ബാലൻ അദ്ദേഹത്തിൻ്റെ നിലപാടായിട്ടല്ല പറയുന്നത്, പക്ഷേ അതിന് വിമർശനമുണ്ട് എന്ന കാര്യം അദ്ദേഹം അംഗീകരിക്കുന്നു. ഒപ്പം ഇതിന് കാരണം കേന്ദ്ര സർക്കാരിനെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. കാരണം ആദ്യ സർക്കാരിൻ്റെ കാലത്ത് നേരിടാത്ത പോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ വലിയ സാമ്പത്തിക ക്ലേശമുണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഈ രണ്ടാമത്തെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മുന്നോട്ട് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിലും ചില പിഴവുകൾ പറ്റുന്നുണ്ട്. അതിന് കാരണവും കേന്ദ്ര സർക്കാർ എന്നതാണ് എ.കെ. ബാലൻ പറഞ്ഞു വെക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, ഈ പൊതുവിൽ സർക്കാരിൻ്റെ പെർഫോമൻസ് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയർന്നു CPM കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആ ചർച്ചയുടെ ഒരു പൊതുവികാരം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് എന്നതാണ് വസ്തുത. അത് CPM-ൽ ആഭ്യന്തരമായി തന്നെ നടക്കുന്ന ഒരു ചർച്ച കൂടിയാണ്. ഒപ്പം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടി എ.കെ. ബാലൻ ഇക്കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുമ്പോൾ കൂടി അത് CPM രാഷ്ട്രീയത്തിൽ എത്ര കണ്ട് ശക്തമായിട്ടാണ് ഇത്തരം ചർച്ചകൾ നടക്കുന്നത് എന്ന കാര്യം കൂടി വ്യക്തമാവും. അതായത് ഈ ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതൽ മാർക്ക് ഇടുകയും ചെയ്യുന്നുണ്ടല്ലോ സജിത്തെ. കാരണം കോവിഡ്, നിപ്പ, പ്രളയം മുതലായവയെല്ലാം അതിമനോഹരമായിട്ട് അതിവിദഗ്ധമായിട്ട് മറികടക്കാൻ കഴിഞ്ഞു, ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായി എന്ന് മുൻ മന്ത്രി കൂടിയായ അദ്ദേഹം തന്നെ ഒരു മാർക്ക് ഇടുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനൊപ്പം വരുന്നുണ്ട്. ആ താരതമ്യപ്പെടുത്തലിനൊപ്പമാണ് ഈ മാർക്കിടൽ എന്നതും ശ്രദ്ധേയമാകുന്നു. അപ്പോൾ അത് വളരെ പ്രസക്തമാണ്. കാരണം മുൻ മന്ത്രിസഭാംഗമാണ്. കഴിഞ്ഞ സർക്കാർ നേരിട്ട പ്രതിസന്ധികളെ ഒന്നും ആ തരത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് നേരിടേണ്ടി വന്നില്ല. ഒപ്പം കഴിഞ്ഞ സർക്കാർ ചെയ്ത ആ പ്രവർത്തനങ്ങളെ അദ്ദേഹം ഒന്നുകൂടി പ്രകീർത്തിക്കുകയാണ്, അത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ അഭിമുഖത്തിലൂടെ അദ്ദേഹം ചെയ്യുന്നത്. കാരണം അന്ന് ഈ പ്രതിസന്ധി, നിപ്പ, കോവിഡ്, പ്രളയം പോലെയുള്ള സങ്കീർണ സാഹചര്യങ്ങളിൽ ഒരു സർക്കാർ എങ്ങനെ ഇടപെടണമെന്ന തീരുമാനം വളരെ വേഗത്തിലുണ്ടായിരുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു ചോദ്യം, അന്ന് എ.കെ. ബാലനെ പോലെയുള്ള മന്ത്രിമാർ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രിക്കും സർക്കാരിനും പൊതുവിൽ നൽകുന്ന ഉപദേശങ്ങളൊക്കെ നമ്മൾ ചോദ്യമായി ഞാൻ പരാമർശിക്കുകയും ചെയ്തു. അതൊക്കെ അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ്, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എ.കെ. ബാലൻ അങ്ങനെ പ്രതികരിക്കുന്നത്. അന്ന് അത്തരം പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, അത് ശ്ലാഘിക്കപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ വരുന്നില്ലെങ്കിൽ അതിന് കാരണം കേന്ദ്ര സർക്കാർ, അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞു ഒഴിയുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹത്തിന് പൊതുവിൽ CPM കേന്ദ്രങ്ങളിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ പെർഫോമൻസ് അത്രയും വരുന്നില്ല എന്നൊരു പൊതുവിമർശനമുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം തീർച്ചയായും ഞാൻ തിരികെ എത്താം സജിത്ത്. ഏതായാലും വിശദമായ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഒന്നാം പിണറായി സർക്കാരിനെ താരതമ്യപ്പെടുത്തുമ്പോൾ, രണ്ടാം പിണറായി സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറ്റം പറയുന്നവരെ അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ കുറ്റം പറയാനാവില്ല എന്നൊരു അഭിപ്രായം വന്നിരിക്കുന്നത് മുൻ മന്ത്രി കൂടിയായ എ.കെ. ബാലന്റെ ഭാഗത്തു നിന്ന്. അദ്ദേഹം പറയുന്നത് കേന്ദ്രമാണ് ഇതിന് പ്രധാനമായി തടസ്സം നിൽക്കുന്നത്, പക്ഷേ പല വാഗ്ദാനങ്ങളും രണ്ടാം പിണറായി സർക്കാരിന് വേഗത്തിൽ നടപ്പാക്കാനാകുന്നില്ല കഴിഞ്ഞ സർക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എന്നുള്ളത് ഈ സ്വയം വിമർശനമായിട്ട് കണക്കാക്കുന്നുണ്ടോ നിങ്ങൾ?
ശ്രീ എ കെ ബാലനെ സംബന്ധിച്ച് അദ്ദേഹം ഈ സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മകളും രണ്ടാമത് സർക്കാരിന്റെ എല്ലാ കൊള്ളരുതായ്മകളെയും പരസ്യമായി ന്യായീകരിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പോലും അദ്ദേഹത്തോട് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂ നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നു കഴിഞ്ഞ സർക്കാരിനോടൊപ്പം ഓടിയെത്താൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്ന്. ഇവിടെ അതിന് കാരണമായി അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നുമുണ്ട്. ആ കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഇടപാടുകളിലെ തർക്കങ്ങൾ അത് സാമ്പത്തികമായ വിഷയങ്ങളിലെ തർക്കങ്ങളാണ്. അത് മറ്റൊരു വിഷയമായി നിൽക്കുകയാണ്. പക്ഷെ ഇവിടെ ഈ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉൾപ്പെടെ അതിന് മറ്റാരുടെയെങ്കിലും തലയിൽ വെച്ചിട്ട് കാര്യമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നതിൽ രണ്ടർത്ഥങ്ങളുണ്ട്. ഒന്ന്, മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തി മുഹമ്മദ് റിയാസിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നതിന്റെ ഒരു പരിദേവനം കൂടിയായ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. ഏതായാലും ഇവിടെ യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. കഴിഞ്ഞ സർക്കാരിനെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ സർക്കാർ എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഞങ്ങൾ പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തത് ഉൾപ്പെടെ ശുദ്ധിതരംഗം പദ്ധതിയിൽ ഇപ്പോൾ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഒരു വർഷമായി അവർക്ക് കേട്ടുകൊണ്ടിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കേൾക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ രീതിയിലൊക്കെ സാമ്പത്തികമായി നഷ്ടം തിരിയുന്ന അവസ്ഥ. അപ്പോ ഇതിനെല്ലാം പുതിയ സർക്കാരിലുള്ള അല്ലെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിലുള്ള മന്ത്രിമാരുടെ കെടുകാര്യസ്ഥത, അവരുടെ കഴിവില്ലായ്മയൊക്കെ ഇൻഡയറക്റ്റായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം ഞങ്ങളൊക്കെ മിടുക്കരായിരുന്നു എന്ന തുണി കൂടി അതിലുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ വസ്തുതകളായി കാണുമ്പോൾ ഇത്തരത്തിൽ ഈ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും തികഞ്ഞ പരാജയമാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് ശ്രീ എ കെ ബാലൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി കേരളീയ സമൂഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, വാഗ്ദാനങ്ങൾ പഴയതുപോലെ വേഗത്തിൽ നടപ്പാക്കാനാകുന്നില്ല എന്ന് പറയുന്നിടത്ത് ചില പദ്ധതികളെങ്കിലും പരാജയപ്പെടുന്നുണ്ട് എന്ന് കൂടിയുള്ള ഒരു സമ്മതം ഇതിനകത്ത് വരുന്നുണ്ടല്ലേ? ചില പദ്ധതികളല്ലോ ഇപ്പോ നിലവിൽ നടന്നുകൊണ്ടിരുന്ന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ചിലവുകൾ പോലും സാമ്പത്തികം പോലും സംസ്ഥാന സർക്കാരിന്റെ കൈവശമില്ല. ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഇന്ത്യയിലെ മറ്റ് BJP ഇതര സർക്കാരുകൾക്കെല്ലാം ഇതേ അവസ്ഥയുണ്ട്. അത് കർണാടകത്തിനുണ്ട്, തമിഴ്നാടിനുണ്ട്, ആന്ധ്രയ്ക്കുണ്ട്, തെലങ്കാനയ്ക്കുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ അവിടെയൊക്കെ അവരുടെ വികസന പദ്ധതികളുമായി അതാത് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കേരളത്തെ മാത്രം കേന്ദ്ര സർക്കാർ വരിഞ്ഞു മുറുക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥവുമില്ല. അപ്പോ ആ രീതിയിൽ ഒരു പദ്ധതി പോലും നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പുറകോട്ട് പോകുന്നെങ്കിൽ ഒരു ഇരുത്തിച്ചിന്തം ആവശ്യമാണ് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആ ഒരു ആരോപണത്തെ ഒരുപക്ഷെ പരോക്ഷമായിട്ട് അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും കള്ളപ്രചാരണമാണെന്ന് ആവർത്തിക്കുക കൂടി എ കെ ബാലൻ ചെയ്തിട്ടുണ്ട്. പി ശശിയെ പരിപൂർണമായി ന്യായീകരിച്ചിരിക്കുന്നു. പി ശശി ഇതിനകത്ത് ഇടപെടാറില്ല, പ്രതിപക്ഷം നടത്തുന്നത് കള്ളപ്രചാരണമാണ്. അതിന്റെ ഒരു പ്രതികരണം കൂടി. അത് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കഴിയൂ. വരും ദിവസങ്ങളിലെങ്കിലും അദ്ദേഹം ആ വിഷയവും തിരുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും പോലീസിൽ ഇടപെടൽ പി ശശിയുടെ ഭാഗത്തുണ്ടാകുന്ന ഇടപെടലിനെ സംബന്ധിച്ചൊന്നും നമ്മൾ പ്രത്യേകമായി പറയേണ്ടതില്ല. അവിടെ മുഖ്യമന്ത്രി പോലും അറിയാതെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഒറ്റ കാര്യം കൂടി ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അത് ലീഗുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം കൂടി ഇതിനകത്ത് വന്നതുകൊണ്ടാണ്. പരാജയപ്പെടുന്ന UDF-നൊപ്പം എന്തിന് നിൽക്കണം ലീഗ്? CPM-ന് ലീഗിനോടുള്ള ഒരു സോഫ്റ്റ് കോർണർ വീണ്ടും വ്യക്തമാക്കുന്നത് അത് എ കെ ബാലന്റെ ഭാഗത്ത് നിന്ന് മാത്രമല്ല പല CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും പല രീതിയിൽ വന്നത് നമ്മൾ കണ്ടതാണ്. പരാജയപ്പെടുന്ന UDF-നൊപ്പം നിൽക്കേണ്ട ആവശ്യം ലീഗിനുണ്ടാവുകയില്ല എന്ന് പറയുന്നിടത്ത് മറ്റൊരു ചിന്ത മുന്നണിക്കകത്ത് നടക്കുന്നുണ്ട് എന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. ലീഗ് അവരുടെ നിലപാട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ പരാജയപ്പെടുന്ന UDF എന്ന് പറയുമ്പോൾ UDF-ന്റെ പ്രധാനപ്പെട്ട കക്ഷിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നീട് മുസ്ലിം ലീഗാണ് UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. അതുകൊണ്ട് തന്നെ ആ പറയുന്നതിൽ അർത്ഥവുമില്ല. ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ലീഗ് UDF-ന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ലീഗ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ ആരെങ്കിലും വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടൊന്നും അങ്ങനെയൊന്നും ലീഗിനെ ഇക്ലിപ്പെടുത്താൻ ശ്രീ എ കെ ബാലനെ പോലും ശ്രമിക്കേണ്ടതില്ല. ഓക്കെ, വളരെയധികം നന്ദി. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ് ന്യൂസ് 8-നോട് പ്രതികരിച്ചത്. വീണ്ടും TG സദസ്സിലേക്ക്. TG, പ്രധാനമായിട്ടും ലീഗുമായിട്ടുള്ള CPM നിലപാട് അത് വീണ്ടും ആവർത്തിക്കുന്നു. അത് പക്ഷേ അത് എ കെ ബാലന്റെ മാത്രം പ്രതികരണമല്ല. ആ രീതിയിലുള്ള ആ നിലപാടുകൾ, മൃദു സമീപനങ്ങളൊക്കെ പലതവണ CPM നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നതാണ്.
പരാജയപ്പെടുന്ന UDF-നൊപ്പം എന്തിന് നിൽക്കണം എന്ന ഒരു ചിന്ത ലീഗിനുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ലീഗ് ഒരു പക്ഷേ മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ലീഗിനെ ക്ഷണിക്കാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചർച്ച മുന്നണിയിൽ നടക്കുന്നതായിട്ടുള്ള സൂചനകൾ എന്തെങ്കിലും നൽകുന്നുണ്ടോ AK ബാലൻ? അപർണ, ഈ അത്തരം മുന്നണിയിലേക്ക് വിളിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്ന ചോദ്യം അദ്ദേഹം നിഷേധിക്കുകയാണ്. അങ്ങനെ ഇല്ല എന്ന് പറയുന്നു. പക്ഷേ അതിനുമപ്പുറം വളരെ ഹാർഡ് കോറായി ലീഗിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വാക്കുകൾ AK ബാലനിൽ നിന്നുണ്ടാകുന്നു എന്നതാണ്. അതായത് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഇരകളാകാൻ ഞങ്ങൾ ലീഗിനെ അംഗീകരിക്കില്ല. ലീഗ് പ്രതിനിധാനം ചെയ്യുന്നത് മതന്യൂനപക്ഷ വിഭാഗത്തെയാണ്. അവരെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അത്തരമൊരു നിലപാട് എടുക്കേണ്ട വർഗബോധം CPIM-നുണ്ട്. മുൻകാലങ്ങളിൽ ലീഗുമായി എതിർപ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ലീഗിൻ്റെയും CPM-ൻ്റെയും അണികൾക്കിടയിൽ ആ അകൽച്ച ഇപ്പോൾ ഇല്ലാതായി വരികയാണ്. ഇങ്ങനെ ലീഗിനെ പൂർണ്ണമായി സ്വാധീനിക്കാൻ കഴിയുന്ന ചില വാക്കുകളും പ്രയോഗങ്ങളുമാണ് CPM പൊതുവിൽ സ്വീകരിക്കുന്നത്. അതൊരു മുന്നണി മാറ്റ ചർച്ചകൾക്കും അപ്പുറം, അതിൽ മുന്നണി മാറുമോ ഇല്ലയോ എന്ന ഉത്തരത്തിന് അപ്പുറം ഈ തരത്തിൽ ലീഗിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് തങ്ങൾ മാറുന്നു എന്ന സൂചനയാണ് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ AK ബാലൻ പങ്കുവയ്ക്കുന്നത്. അത് ഒരു CPM-ന്റെ പൊതു നിലപാടാവാം. ഒരുപക്ഷെ ഇത്തരം നിലപാടുകളെ ലീഗിന് തള്ളിക്കളയാനുമാവില്ല. ഇപ്പോൾ തങ്ങൾ ലീഗിനെ മുന്നിലേക്ക് സ്വീകരിക്കുന്നുണ്ടോ തള്ളുമുന്നുണ്ടോ ഇക്കാര്യങ്ങളൊന്നുമല്ല ബാലൻ പറയാൻ ശ്രമിക്കുന്നത്. മറിച്ച് അതിനുമപ്പുറം ഈ വിഷയത്തിൽ CPM മുസ്ലിം ലീഗിനോട് ഇനി ഉള്ള കാലത്ത് സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്തായിരിക്കും എന്ന കാര്യമാണ് പറയുന്നത്. ലീഗിനെ അന്ധമായി ഇനി തങ്ങൾ എതിർക്കില്ല, എന്നാൽ ചില മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടായാൽ അത് തുറന്നു കാട്ടും. അതിനുമപ്പുറം ലീഗുമായി ഇനി ഒരു അന്ധമായ എതിർപ്പിനില്ല എന്ന് കൃത്യമായി തന്നെ AK ബാലൻ പറയുന്നു. അതോടൊപ്പം പ്രതിപക്ഷം ഉന്നയിക്കുന്ന പോലീസിന്റെ വേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, പ്രധാനമായും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ട ആ ആരോപണങ്ങൾ പരിപൂർണമായിട്ട് കണ്ണടച്ച് തന്നെ തള്ളുകയും AK ബാലൻ ചെയ്തിരിക്കുന്നു. കൃത്യമായി ഈ ഇത്തരം കാര്യങ്ങളിലൊന്നും പോലീസിന്റെ ഒരു വിഷയങ്ങളിലും പൊളിറ്റിക്കൽ സെക്രട്ടറി ഇടപെടാറേയില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുക കൂടിയാണോ? അതെ അപർണ, അതായത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P ശശി എത്തിയത് മുതലാണ് പോലീസ് ഇത്ര വിവാദങ്ങളിലേക്ക് പോകുന്നത് എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. ആ ഒരു ആരോപണം പ്രതിപക്ഷം ദീർഘകാലങ്ങളുമായി ഉന്നയിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞുള്ള അറസ്റ്റ് പോലും P ശശിയുടെ നിർദ്ദേശമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇത് പരാമർശിച്ചതാണ്. 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള തന്ത്രങ്ങളുമായിട്ടാണ് ഇപ്പോഴും പോലീസ് നടക്കുന്നതും എന്നതും മറ്റുമുള്ള പ്രയോഗങ്ങൾ കൃത്യമായി ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ അത്തരം പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഒരു ഇടപെടലുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നില്ല എന്നു തന്നെയാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. എന്നാൽ പോലീസിനെതിരെ ഈ ആലപ്പുഴ സംഭവങ്ങൾ, ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ മർദ്ദനം, ഇപ്പോൾ ഈ രാഷ്ട്രീയമായി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് പോലെയുള്ള കാര്യങ്ങളിൽ വീഴ്ച പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കും, അത്തരം നടപടി ഉണ്ടാകും എന്ന കാര്യം കൂടി പറയുന്നു. ഒപ്പം തന്നെ ഈ P ശശിയുടെ വിവാദം പ്രതിപക്ഷം ബോധപൂർവമായി ഉയർത്തുന്നത് ആണ് എന്ന ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കൂടി ഇക്കാര്യത്തിൽ AK ബാലൻ ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയുമായിട്ട് ഉയർന്ന വിഷയങ്ങളിൽ ഒരു കാര്യം കൂടെ അതിനകത്ത് ചേർക്കാനുണ്ടായിരുന്നത്, മന്ത്രിമാർ വേണ്ടവിധം സർക്കാർ പ്രതിസന്ധിയിലാകുമ്പോൾ സർക്കാരിനെ വേണ്ടവിധം പ്രതിരോധിക്കുന്നില്ല എന്നുള്ള ആരോപണം നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം പറഞ്ഞ വിഷയമാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് എന്നൊരു അഭിപ്രായം AK ബാലനുണ്ടോ? അതായത് ഈ വിവാദ വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിരോധിക്കേണ്ടത് മന്ത്രിമാരുടെ കൂടെ ബാധ്യതയാണ്. അതിൽ മറ്റൊരു തടസ്സവും ഉണ്ടാവേണ്ടതില്ല എന്നത് CPIM തീരുമാനമെടുത്തിട്ടുണ്ട്. അതാണ് അന്ന് മുഹമ്മദ് റിയാസ് തുറന്നു പറഞ്ഞത് എന്നതാണ് ബാലൻ പറയുന്നത്. ചില മന്ത്രിമാർ വലിയ പ്രതികരണം നടത്താറുണ്ട്, പക്ഷേ ചിലരൊന്നും പ്രതികരണത്തിൽ വരാറില്ല എന്ന കാര്യം കൂടി അദ്ദേഹം അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. ഒപ്പം ഈ മന്ത്രിമാർ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രതികരണങ്ങൾ നടത്തിയാൽ അതിന് വിശ്വസനീയത ഏറും. അതുകൊണ്ടാണ് മന്ത്രിമാർ കൂടുതലായി വരണം എന്ന കാര്യം പറയുന്നത്. ഒരു കാര്യം അദ്ദേഹം ഓർമ്മപ്പെടുന്നത്, മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ പെടുമ്പോൾ പ്രതികരിക്കാനുള്ള ബാധ്യത മന്ത്രിമാർക്ക് കൂടി ഉണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി AK ബാലന്റെ വാക്കുകളിലുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ഇവിടെ നമ്മൾ ചോദിച്ചത്, AK ബാലൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അന്ന് മുതിർന്ന പാർട്ടി അംഗങ്ങളും മന്ത്രിസഭയിലുള്ളവരുമായ AK ബാലനുണ്ട്, തോമസ് ഐസക് ഉണ്ട്, G സുധാകരനുണ്ട്, അങ്ങനെ മുതിർന്ന നിര, EP ജയരാജൻ അടക്കമുള്ള മുതിർന്ന നിര സർക്കാരിനെ കൂടി പ്രതിരോധിക്കാൻ, മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കാൻ കളത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രിസഭാ അംഗങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്ന ചോദ്യത്തിനാണ് അങ്ങനെ ഇറങ്ങണം, അത് പാർട്ടി തീരുമാനമാണ്,
അതിന് മന്ത്രിമാർ കൂടുതൽ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുണ്ട്. അപ്പോഴും പരിപൂർണമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹം ആവർത്തിക്കുക തന്നെ ചെയ്യുന്നു. വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് പിണറായി സ്തുതിഗീതവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിലൊക്കെ പി ജയരാജനൊക്കെ എടുത്ത നിലപാടിന് സമാനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് തന്നെ AK ബാലൻ പോകുന്നു. അതോടൊപ്പം തന്നെ ഇനി ഒരു മത്സര രംഗത്തേക്ക് പിണറായി വിജയൻ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് അനിവാര്യമാണെങ്കിൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഉത്തരം അദ്ദേഹം നൽകിയെന്നാണോ വ്യാഖ്യാനിക്കേണ്ടത്? തീർച്ചയായും. അതായത് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും CPM രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും അതിനുള്ള സ്വീകാര്യത അതിനെ പുകഴ്ത്തിക്കൊണ്ടാണ് AK ബാലൻ നിലപാടെടുത്തിരിക്കുന്നത്. അതായത് വ്യക്തിപൂജ എന്നത് സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ്. പിണറായി വിജയൻ തുടർച്ചയായി രണ്ടാം വട്ടവും മുഖ്യമന്ത്രിയാണ്. അങ്ങനെ ഒരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയിലേക്ക് അധികാരവും ശ്രദ്ധയും കേന്ദ്രീകരിക്കുക സ്വാഭാവികമാണ്. അത് CPM രാഷ്ട്രീയത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ എന്ന ചോദ്യത്തിന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് AK ബാലന്റെ മറുപടി. EMSന്റെ കാലത്തും മറ്റും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് സ്വാഭാവികമാണ്. VSന്റെ കാലത്തും സംഭവിച്ചത് അതാണ് എന്നതാണ് AK ബാലൻ ഇതിൽ കണ്ടെത്തുന്ന ന്യായീകരണം. വ്യക്തിപൂജ അത് സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ്. പക്ഷേ നേതാക്കൾ ആരും അതിൽ വീണ് പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകുന്നതുമുണ്ട്. എന്തായാലും CPM രാഷ്ട്രീയം പൊതുവിൽ പിണറായി വിജയനിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. ഞാൻ തിരികെ എത്താം. സരിത മുൻ മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. തിരുവഞ്ചൂർ, മുൻ മന്ത്രി AK ബാലന്റെ പ്രതികരണം കൂടിയാണ് വന്നിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിനൊപ്പം രണ്ടാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്യുന്നവരെ കുറ്റപ്പെടുത്താനാവില്ല. പല വാഗ്ദാനങ്ങളും ആ പഴയ വേഗത്തിൽ നടപ്പാക്കാനാകുന്നില്ല എന്നത് സത്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇതിന് കാരണമായി പറയുന്നത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രതിസന്ധി തന്നെയാണ്. അപ്പോഴും അതിനകത്തൊരു പരോക്ഷമായിട്ടുള്ള ഒരു കുറ്റസമ്മതം പ്രതിപക്ഷം കാണുന്നുണ്ടോ? അല്ല, അവര് കുറ്റസമ്മതം തന്നെ നടത്തിയിരിക്കുകയാണല്ലേ. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനോടൊപ്പം എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അന്നും ഇപ്പോഴും കേന്ദ്രത്തിലിരിക്കുന്ന ഗവൺമെന്റ് ഒരു BJP ഗവൺമെന്റ് അല്ലേ. അപ്പൊ രണ്ടാം പിണറായി ഗവൺമെന്റ് അതിന്റെ ഒരു എക്സ്പെക്ടേഷനിലോട്ട് എത്തിയിട്ടില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ വിമർശനമല്ലേ നമ്മൾ കാണേണ്ടത്. അത് സത്യമാണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ്. അവർ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി അപ്പുറത്തെ കാര്യങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാം പിണറായി വിജയൻ സർക്കാർ യഥാർത്ഥത്തിൽ പാസ് മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സർക്കാരായി നിൽക്കുകയില്ലേ? അതാണ് സത്യം. അതെന്തിനാണ് ശ്രീ AK ബാലൻ മറച്ചു വെക്കുന്നത് എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒന്ന് തുടരണം ദയവായി. ശ്രീ AK ബാലന്റെ പ്രതികരണം താങ്കളെ കേൾപ്പിച്ച ശേഷം ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ലീഗ് അണികളും CPMഉം CPIM അണികളും അല്ലെങ്കിൽ LDFഉം LDF അണികളും തമ്മിൽ പഴയ രൂപത്തിൽ ലീഗിനോട് വെറുപ്പില്ല. കാരണം എന്താ? ആ ലീഗിൽ അണിചേരുന്ന ഭൂരിപക്ഷവും മതന്യൂനപക്ഷങ്ങളാണ്. ആ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജീവനുള്ളിടത്തോളം കാലം കഴിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ബ്ലാങ്കായി പണ്ട് ലീഗിനെ എതിർക്കുന്നത് പോലെ ഇപ്പം എതിർക്കുന്നത് ആ സമുദായത്തിന് തന്നെ അപകടകരമായിരിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ലീഗിനെയോ ലീഗ് അണികളെയോ ഒറ്റപ്പെടുത്തി RSSന്റെയും സംഘപരിവാറിൻ്റെയും ഇരകളാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് ഞങ്ങൾക്ക് കഴിയില്ല. അത് ഞങ്ങളുടെ വർഗ താല്പര്യമാണ്. ഞങ്ങളൊരു വർഗത്തിൻ്റെ പാർട്ടിയാണ്. ശ്രീ തിരുവഞ്ചൂർ, ലീഗിനോടുള്ള മൃദു സമീപനം വ്യക്തമാണ് ഇതിൽ. പക്ഷേ പറയുന്ന ഒരു കാര്യമുണ്ട്, ലീഗിനെ സംഘപരിവാർ വേട്ടയാടുമ്പോൾ അത് നോക്കി നിൽക്കാൻ കഴിയുകയില്ല. അതായത് അങ്ങനെ ഒരു വേട്ട നടക്കുന്നുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കാൻ കോൺഗ്രസിനോ മറ്റ് ഘടകകക്ഷികൾക്കോ UDFിലെ ഘടകകക്ഷികൾക്കോ കഴിയുന്നില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇടപെടുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് നോക്കി നിൽക്കുന്നില്ല എന്നാണോ CPM പറയുന്നത്? അതിനകത്തൊരു മുന്നണിയിലേക്കുള്ള ഒരു ക്ഷണം, അങ്ങനെ ഒരു ചിന്ത എവിടെയെങ്കിലും താങ്കൾക്ക് ധ്വനിയായിട്ട് തോന്നുന്നുണ്ടോ? സത്യത്തിൽ ശ്രീ AK ബാലൻ പറയുന്നതിനകത്ത് ഒരു കഥയില്ല. കാരണം ഇന്ത്യൻ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് എത്രയോ കോടി ആളുകളുള്ളതാണ്. അത് കാശ്മീർ മുതൽ കേരളം വരെയുണ്ട്. അങ്ങനെയുള്ളതിനകത്ത് ഈ കേരളത്തിന്റെ പ്രവിശ്യയിൽ മാത്രം ഞങ്ങൾ ഇത് എല്ലാം സംരക്ഷിച്ചു കളയും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അവരുടെ ദൗർബല്യം തന്നെയാണ് വിളിച്ചു പറയുന്നത്. അതിന് ആ മുസ്ലിം താല്പര്യങ്ങൾ, ന്യൂനപക്ഷ താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്നതിന് വേണ്ടി അവർ ചെയ്യേണ്ടത് എന്താണ്? BJP ഇതരരായിട്ടുള്ള ആളുകളെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സമീപനം ശരിയാണ് എന്ന് പറയുകയും ചെയ്യണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, സ്വയം അദ്ദേഹത്തിന്റെ ദൗർബല്യം അവർ സമ്മതിക്കുകയാണ്. കാരണം അവർക്കിത് ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് കഴിയാത്തതിന്റെ കുറ്റം വേറെ ആരുടെയെങ്കിലും തലയിൽ വെച്ചാൽ മതിയോ? എനിക്ക് ശാരീരികമായ ശക്തിയില്ലെങ്കിൽ അയൽവക്കക്കാരൻ വലിയ പൊണത്തടിയനായത് കൊണ്ടാണ്
എന്ന് ഞാൻ പറയുന്നതിനകത്ത് എന്ത് കഥയാവുള്ളത്? അപ്പോ സ്വയം ശക്തി ആർജിക്കുന്നതിന് വേണ്ടി നിൽക്കണം, നിലപാടുകൾ കൃത്യമായി കൊണ്ടുപോകണം. ആ രാഷ്ട്രീയ നിലപാടുകൾ കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താം. അല്ല, പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, പരാജയപ്പെടുന്ന UDF-നൊപ്പം എപ്പോഴും നിൽക്കണമെന്നുള്ളൊരു ബോധ്യം ലീഗിന് ഉണ്ടാവണമെന്നില്ല. ലീഗ് അല്ലെങ്കിൽ അങ്ങനെ എന്തിന് ലീഗ് ചിന്തിക്കണം എന്നുള്ളൊരു ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് AK ബാലൻ. അദ്ദേഹം ഇത് പറഞ്ഞതോടുകൂടിയാണ് പൂച്ച മുഴുവൻ പുറത്തിയാടിയത്. കാരണം അവർ നിൽക്കുന്ന സ്ഥലം രക്ഷയില്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിന്റെ സ്വയം വിമർശനത്തിലൂടെ ആളുകൾക്ക് തോന്നുകയാണ്. അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം. കാരണം അവർ നിൽക്കുന്ന സ്ഥലം ഇനി മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് തിണ്ണബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗമുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ആദർശത്തിന്റെ മുഖംമൂടി കൂടി ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും തിണ്ണബലം ശക്തിപ്പെടുത്തി UDF-നെ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ആ കെടിയിലൊന്നും കേരളത്തിൽ ആരും വീഴാൻ പോകുന്നില്ല, ആരെയും അവർക്ക് സ്വാധീനിക്കാനും കഴിയില്ല. ഒറ്റ കാര്യം കൂടി, പ്രതിപക്ഷം ഉന്നയിച്ച മറ്റൊരു വലിയ വിമർശനമായിരുന്നു പോലീസ് വേട്ടയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഇടപെടൽ. അത് പരിപൂർണമായും തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷം നടത്തുന്നത് കള്ളപ്രചാരണമാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത്തരം കാര്യങ്ങൾ ഇടപെടാറേയില്ല, പോലീസിന് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. പക്ഷേ ഈ ആരോപണം പ്രതിപക്ഷം നടത്തുന്ന വെറും കള്ളപ്രചാരണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് മുൻ മന്ത്രി. അത് ആരാണ് ഇതിനു വേണ്ടി പോലീസിന്റെ നിയന്ത്രണം പിന്നെ ആരുടെ കയ്യിലാണ്? പോലീസിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണെന്ന് അദ്ദേഹം പറയണ്ടേ? ഇടപെടാത്തില്ല എന്ന് മാത്രം പറഞ്ഞു. ഇടപെട്ടിട്ടില്ല, ശശി ഇടപെട്ടിട്ടില്ല, ഇല്ല ഇടപെട്ടൊന്നും ഞങ്ങൾ പറയുകയല്ലോ. പക്ഷെ ആരെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ താഴെ നടന്നുകൊണ്ടിരിക്കുന്ന അട്രോസിറ്റീസിന് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അതുകൂടി പറയണ്ടേ? അതല്ലേ ജനങ്ങൾ അറിയേണ്ടത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പൊളിറ്റിക്കൽ വിഷയങ്ങൾ അപ്പുറത്തേക്ക് CPM-ന്റെ ആഭ്യന്തര കാര്യം കൂടി നേരത്തെ AK ബാലൻ പറയുകയുണ്ടായി. അതുകൂടി താങ്കളുടെ ഒരു പ്രതികരണം അറിയണമെന്നുണ്ട്. വ്യക്തിപൂജയുമായി ബന്ധപ്പെട്ട് അതിൽ പിണറായി വിജയനെ കുറ്റം പറയാൻ കഴിയുകയില്ല, അത് ജനങ്ങൾക്ക് ആരാധന തോന്നുന്നത് സ്വാഭാവികമാണല്ലോ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നേരത്തെ EP ജയരാം പറഞ്ഞ പോലെ തന്നെയുള്ള അതേ നിലപാടാണ് AK ബാലനും സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ആ നിലപാട് പൂർണ്ണമായും പിണറായി ന്യായീകരിച്ചുകൊണ്ട്, ഒരുപക്ഷെ പിണറായി സ്തുതിഗീതവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ന്യായീകരിച്ചുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് പുറത്തുനിന്ന് കാണുമ്പോൾ കോൺഗ്രസിന് എന്ത് തോന്നുന്നു, ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അതിൽ താങ്കൾ നടത്തുക? AK ബാലൻ പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് ആ പാർട്ടിയിലെ പ്രബലന്മാരായിട്ടുള്ള ആളുകളും പാർട്ടി അംഗത്വം ഇല്ലെങ്കിൽ പോലും ഇടതുപക്ഷ ചിന്തയുള്ള ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപൂജാ സിദ്ധാന്തത്തോട് മാർക്സിസ്റ്റ് പാർട്ടി യോജിക്കുന്നില്ല എന്നാണ് നേരത്തെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതാണ് EMS-ന്റെ നിലപാട്. അതാണ് താഴെയുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം കൊണ്ടുവന്ന് EMS-നെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആ നടപടി ശരിയാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കട്ടെ. വളരെയധികം നന്ദി. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ന്യൂസ് 8-നോട് പ്രതികരിച്ചത്. വിവിധ വിഷയങ്ങളിൽ പ്രതികരണം നടത്തുകയായിരുന്നു AK ബാലൻ ന്യൂസ് 8-ന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ. മന്ത്രി സഭയുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ പോലെ ഉള്ള കാര്യക്ഷമത രണ്ടാം പിണറായി സർക്കാർ കാണിക്കുന്നില്ല എന്ന് ഉയർന്നു വരുന്ന വിമർശനവുമായി ബന്ധപ്പെട്ടുകൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതികരണം. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.